അർജന്റീനയുടെ ഗോൾഡൻ ബോയ് ഹൂലിയൻ അൽവാരസ് കഴിഞ്ഞ സമ്മറിൽ ഓഗസ്റ്റ് മാസം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. പല ആളുകളും നെറ്റി ചുളിച്ചു. അതായത് അൽവാരസ് ഏറ്റവും നല്ല പീക്കായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. 16 കിരീടങ്ങൾ 24 വയസ്സിനിടയിൽ നേടിയിരിക്കുന്നു. വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ക്ലബ് വേൾഡ് കപ്പ്, മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ട്രിപ്പിൾ നേട്ടം. അപ്പം ഇങ്ങനെ ഒരു വലിയ നേട്ടത്തിലൂടെ ഒരു പ്ലെയറിന് ലഭിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നേടിയ അൽവാരസ് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി പോലത്തെ ഒരു ക്ലബ്ബ് വിട്ട്, പെപ് ഗാർഡിയോളയുടെ ശിക്ഷണം വിട്ട് സിമിയോണിയുടെ കീഴിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് മറ്റൊരു ലീഗിലേക്ക് പോകുമ്പോൾ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പല ആളുകളും നെറ്റി ചുളിച്ചു. പക്ഷേ ശരിയാണ്, ഒരു പരിധിവരെ തുടക്കത്തിൽ അൽവാരസ് അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്തു. ആദ്യത്തെ 10 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ മാത്രമാണ് അൽവാരസിന് നേടാൻ സാധിച്ചത്. അപ്പോൾ ആ സമയത്ത് അൽവാരസിന്റെ ഈ ഒരു ട്രാൻസ്ഫർ ഒരു പരാജയമായി പോയി എന്നുള്ള രീതിയിൽ ചില സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 95 മില്യൺ യൂറോ, ഒരു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ട്രാൻസ്ഫറിനാണ് അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയത്. അപ്പം മണിയെല്ലാം വേസ്റ്റായി ഉള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൽവാരസ് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്രധാനപ്പെട്ട, ഗ്രിസ്മാനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ഹൂലിയൻ അൽവാരസ് സിമിയോണിയുടെ ടാക്ടിക്സുമായി പെട്ടെന്ന് തന്നെ ഒത്തിണക്കത്തോടെ കളിക്കാൻ തുടങ്ങി. നിലവിൽ ഇപ്പം 24 മത്സരങ്ങളാണ് ഈ സീസണിൽ, ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ 24 മത്സരങ്ങളാണ് അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചത്. അതിൽ നിന്ന് ഇപ്പം 12 ഗോളുകളും 2 അസിസ്റ്റുകളും നേടാൻ അൽവാരസിന് സാധിച്ചു. വേഴ്സറ്റാലിറ്റിയാണ് ഹൂലിയൻ അൽവാരസിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്ര. അതിനൊപ്പം തന്നെ അഡാപ്റ്റബിലിറ്റി, പെട്ടെന്ന് തന്നെ ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ആദ്യം അർജന്റീന ലീഗിലാണ് കളിച്ചത്. അതിൽ നിന്ന് നേരെ വരുന്നത് പ്രീമിയർ ലീഗിലേക്ക്. പ്രീമിയർ ലീഗിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ 2 സീസൺ സിറ്റിക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചു. വളരെ 100% കമ്മിറ്റ്മെന്റോടെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതിനുശേഷം ഇപ്പം ലാലിഗയിൽ വരുന്നു, അവിടെയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നു. ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഒരു വേഴ്സറ്റാലിറ്റി തന്നെയാണ്. മുന്നേറ്റ നിരയിൽ എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതിപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളാണെങ്കിലും സ്ട്രൈക്കറുടെ റോളാണെങ്കിലും സപ്പോർട്ടിംഗ് സ്ട്രൈക്കറുടെ റോളാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഹൂലിയൻ അൽവാരസ്. കോച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ 100% കമ്മിറ്റ്മെന്റോടെ കളിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പാസിംഗ് സ്റ്റൈലാണെങ്കിലും ഗെയിം റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെ അധ്വാനിച്ച് കളിക്കുന്ന ആ ഒരു മനോഭാവം, പെട്ടെന്ന് തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ടൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയറാണ്. കഴിഞ്ഞ സീസണിലൊക്കെ സിറ്റിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട്, സൂപ്പർ സബ് എന്നുള്ള രീതിയിൽ വലിയ ഇമ്പാക്റ്റ് ആണ് അൽവാരസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഗോളടിക്കാനും ഗോൾ നേടാനും ഗോൾ അടിപ്പിക്കാനും ഒക്കെ ഒരുപോലെ മിടുക്കനാണ്. അപ്പോൾ എന്തായാലും ഹൂലിയൻ അൽവാരസിന്റെ സെലക്ഷൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ച് അതൊരു വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം ലാലിഗയിൽ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും തൊട്ട് അരികിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ്. ചാമ്പ്യൻസ് ലീഗിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ടീം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു അൽവാരസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗ്രിസ്മാൻ പറയുന്നത് അൽവാരസിനൊപ്പം കളിക്കുക എന്നുള്ളത് ഒരു ആനന്ദകരമായ കാര്യമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയ പ്ലെയർ ആണ് അൽവാരസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിലൊരു സംശയം വരുന്നത്, ഇപ്പം എല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു വലിയ നഷ്ടം, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വലിയൊരു നേട്ടം, അതാണ് ഹൂലിയൻ അൽവാരസ് എന്നുള്ളതാണ്. കാരണം സിറ്റി സ്ട്രഗിൾ ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റോഡറിയുടെ വിഷയമൊക്കെ നമുക്കറിയാം. അതിനൊപ്പം തന്നെ ഹൂലിയൻ അൽവാരസിനെ പോലുള്ള ഒരു ഗോൾഡൻ പ്ലെയറെ കൈവിട്ടതും ഒരു പ്രോബ്ലം തന്നെയാണ്. പ്രത്യേകിച്ച് പല പ്രമുഖ താരങ്ങൾക്കും പരിക്കേറ്റ് ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും അൽവാരസ് ഉണ്ടായിരുന്നെങ്കിൽ സിറ്റിക്ക് ഇത്ര പ്രോബ്ലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഏത് മേഖലയിലും മുന്നേറ്റ നിരയിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇതിപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം നമുക്കറിയാം. അപ്പോൾ ശരിക്കും അതൊരു വലിയ നഷ്ടം തന്നെയാണ് സിറ്റിയെ സംബന്ധിച്ച്. ഇപ്പോൾ കോൾ പാമറെ പോലെ തന്നെ ഹൂലിയൻ അൽവാരസും വലിയൊരു നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെപ്പ് തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പെപ്പ് അൽവാരസ് പോയ ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, സ്വാഭാവികമായിട്ടും അൽവാരസിനെ നഷ്ടമാകുക എന്നുള്ളത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അൽവാരസ് പോവുകയാണെങ്കിൽ, താരങ്ങൾക്കൊക്കെ പരിക്ക് പറ്റുകയാണെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം തന്നെയായിരിക്കും. അദ്ദേഹം ആദ്യം തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പം എന്തായാലും ആ ഒരു തീരുമാനം, അതിപ്പം പൂർണ്ണമായും പെപ്പിന്റെ മാത്രം തീരുമാനമല്ല, അൽവാരസിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹാലൻഡ് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഓപ്ഷൻ ഇല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് നല്ലൊരു ലക്ഷ്യസ്ഥാനം ലഭിച്ചു. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയി എന്നുള്ളതാണ്. എന്തായാലും ഹൂലിയൻ അൽവാരസ് അർജന്റീനയുടെ ഒരു ഭാവി വാഗ്ദാനമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഓൾറെഡി അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ലോകകപ്പ് ഉൾപ്പെടെ നേടി, കോപ്പ അമേരിക്ക നേടി. പക്ഷെ ഇനിയും അർജന്റീനയെ മുന്നോട്ട് നയിക്കാനും പിന്നെ ക്ലബ് ഫുട്ബോളിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനൊക്കെ പറ്റുന്ന പ്ലെയറാണ്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.